ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മുടെ മുടി നല്ല ഹെൽത്തി ആയിട്ടും നല്ല സിൽക്കി ആയിട്ട് ഷൈനി ആയിട്ടൊക്കെ ഇരിക്കാൻ എല്ലാവരും ആഗ്രഹിക്കാറുണ്ട് അല്ലേ. ലോ ഹെയർ ആണെങ്കിലും ഷോർട്ട് ഹെയർ ആണെങ്കിലും ഏത് ഹെയർ ആണെങ്കിലും ഇപ്പൊ ഷോർട്ട് ഹെയർ ഉള്ളവർക്കും നമ്മുടെ മുടി നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പൊ അങ്ങനെ ആഗ്രഹിച്ച് എല്ലാവരും കെമിക്കൽ ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കാൻ പോകാറുണ്ട്. അപ്പം പക്ഷെ അതിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് നമ്മുടെ മുടിയൊക്കെ ഡാമേജ് ആകാനൊക്കെ നമുക്ക് ഒരുപാട് സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാം, നമ്മുടെ വീട്ടിൽ തന്നെ നാച്ചുറൽ ആയിട്ട് നമ്മുടെ മുടി എങ്ങനെ ഹെൽത്തി ആക്കാമെന്നും നല്ല സിൽക്കി ആൻഡ് ഷൈനി ആക്കാമെന്നും ഒക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പം ഈ വീഡിയോ മുഴുവനായി കാണുക. എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് വേണ്ടത് മുട്ടയാണ്. മുട്ടയിൽ ധാരാളം പ്രോട്ടീനും ബയോട്ടിനും അടങ്ങിയിട്ടുണ്ട്. ഇത് മുടിയുടെ വേരുകളെ ശക്തമാക്കാനും മുടി കൊഴിച്ചിൽ പെട്ടെന്ന് നിർത്താനും സഹായിക്കും. വിറ്റാമിൻ ഇ ആകട്ടെ തലയോട്ടിൽ രക്തോട്ടം വർദ്ധിപ്പിക്കുകയും മുടിക്ക് നല്ല തിളക്കവും മൃദുത്വവും നൽകുകയും ചെയ്യും. ഈ രണ്ട് ചേരുവകളും ഒന്നിക്കുമ്പോൾ മുടിക്ക് ആവശ്യമായ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് വീട്ടിൽ തന്നെ ലഭിക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യണേ. മിക്സ് ചെയ്യുന്ന വെച്ചാൽ എഗ്ഗിന്റെ മഞ്ഞക്കറി ഞാൻ എടുത്തിട്ടില്ല. എഗ്ഗിന്റെ വെള്ളയും പിന്നെ വൈറ്റമിൻ എയുടെ ക്യാപ്സൂളും. നിങ്ങളുടെ മുടിയുടെ ലെന്ത് അനുസരിച്ചാണ് നിങ്ങൾ എടുക്കാൻ. ആണെങ്കിൽ 2 മുട്ടയുടെ വെള്ളം എടുക്കാം. നിങ്ങൾക്ക് മഞ്ഞക്കുരു വേണമെങ്കിൽ എടുക്കാം. മഞ്ഞക്കുരു യൂസ് ചെയ്താൽ നല്ല സ്മെല്ലായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. വെള്ളക്കരു എടുത്തിട്ട് 2 എണ്ണം വേണമെങ്കിൽ നിങ്ങൾ ലോ ഹെയർ ആണെങ്കിൽ 2 എണ്ണം എടുക്കാം. അതുപോലെ ക്യാപ്സൂൾ 2 എണ്ണം എടുക്കാം. നമ്മൾ മുടിയുടെ ഇവിടം തൊട്ടേ നമ്മുടെ തുണി വരെ നമ്മൾ തേച്ച് കൊടുക്കണം കേട്ടോ. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് വെറുതെ യൂസ് ചെയ്യരുത്. മിക്സ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിന് റിസൾട്ട് കിട്ടുകയില്ല. നിങ്ങൾ ഒരു ദിവസം യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടില്ലെന്ന് പറയില്ല. ആഴ്ചയിൽ ഒരു തവണ കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്യണം. അപ്പൊ നമുക്ക് നല്ല കുഞ്ഞു ബേബി ഹെയർ ഒക്കെ ആണല്ലോ, അതൊക്കെ വരികയൊക്കെ ചെയ്യും. മുടി ലോ ഹെയർ ആവും, മുടിക്ക് ലെങ്ത് വെക്കും, മുടിക്ക് കട്ടി വെക്കും, മുടിയുടെ ഉള്ള ഡാമേജ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ മാറും കേട്ടോ. മുട്ട നമുക്ക് നല്ലതാണ്, പ്രോട്ടീൻ ആയിട്ടുള്ള സംഭവമാണ് മുട്ട. നമ്മള് സംഭവം കാണാൻ പറ്റുന്നത് പത പോലെ ഇങ്ങനെ വരും കേട്ടോ. അപ്പൊ അത് വിട്ട് വരും. അപ്പൊ അതുകൊണ്ട് വരുന്നിടം വരെ നമ്മൾ അങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോഴേ നമുക്ക് അതിനൊരു ഓക്കെ. എന്നിട്ട് അത് മാറ്റി വെക്കണം കേട്ടോ. ഇത് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്യാം. ഞാൻ ഓയിൽ അപ്ലൈ ചെയ്യാൻ വിട്ടുപോയി. അപ്പൊ ഇത് എന്തായാലും അങ്ങോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ഞാൻ തേക്കുന്ന ഓയിൽ എങ്ങനെയാ ചെയ്യുന്നത്, ഓയിൽ ഹെയറിൽ അപ്ലൈ ചെയ്ത് വെക്കണമെന്ന് നോക്കാം. ഞാൻ എന്തായാലും ഓയില് ചൂടാക്കിയിട്ടായിരിക്കും കേട്ടോ തേക്കുന്നത്. അപ്പം നമുക്ക് അത് കണ്ടിട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. നല്ല ഓയിലാണ് കേട്ടോ. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിപ്പം ഇത് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇത് നമുക്ക് ഒരു പാത്രത്തിനകത്തോട്ട് ഒഴിക്കാം. സ്പൂൺ അടപ്പമുണ്ട്, പക്ഷെ സ്പൂൺ കുറച്ച് എടുക്കാവുന്ന. ഓക്കെ. ഞാന് ആഴ്ചയിൽ ഒരു 2-3 തവണ ഹെയർ വാഷ് ചെയ്യാറുള്ളൂ. ബോഡി വാഷ് ചെയ്യുന്നത്, ഹെയർ 2-3 തവണയൊക്കെ വാഷ് ചെയ്യാറുള്ളൂ. നമ്മൾ എന്നും വാഷ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഓരോ ചെറുതെയും മുടിയുടെ ഇതനുസരിച്ച് വേണം, രീതി അനുസരിച്ച് വേണം. ചിലർക്ക് ഡ്രൈ ആയിരിക്കും, അവര് ആഴ്ചയിൽ 2 തവണ ചിലപ്പം മുടി കഴുകാറുണ്ട്, ചിലപ്പോൾ നല്ല ഡ്രൈനെസ് ആവും. അപ്പൊ അത് ഓരോരുത്തരുടെ മുടിയുടെ സ്ട്രക്ചർ അനുസരിച്ച് വേണം നമ്മൾ ചെയ്യാൻ. അപ്പൊ ഞാൻ ആഴ്ചയിൽ എന്തായാലും 2-3 തവണ മുടി വാഷ് ചെയ്യാറുള്ളൂ. അപ്പൊ ഞാൻ എന്തായാലും ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടായിരിക്കും. ഇതിലോട്ട് എന്തെങ്കിലും പായ്ക്കോ അപ്ലൈ ചെയ്യും. ചില ദിവസം ഓയിൽ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് കഴിയുമ്പോൾ ഷാമ്പൂ ഇട്ട് കെട്ടിക്കളയും. അപ്പം ഞാൻ എത്ര ഓയിൽ അപ്ലൈ ചെയ്താലും ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് അപ്ലൈ ചെയ്യുള്ളൂ. അത് നമുക്ക് വെള്ളത്തിനകത്ത് ചെയ്യാം. ഞാൻ മടിച്ചിയായതുകൊണ്ട് ഇങ്ങനെ ചെയ്യും. എന്നാലും ഓയിൽ ചൂടായാൽ പോരെ.
ഇതാകുമ്പോൾ എളുപ്പം. ആദ്യത് നമ്മൾ തീ കത്തിക്കണം. കാറ്റുണ്ട്, ഞാൻ ചൂടാക്കിയിട്ട് വരാം. ചൂടായിട്ടില്ല, കുറച്ചും കൂടി ചൂടാവട്ടെ. ചൂടായി കാണും. ചൂടായി, നല്ല ചൂടായി. നമുക്ക് ചൂട് കൊള്ളുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ ഡ്രസ്സ് മാറിയിട്ട് നല്ല ഡ്രസ്സാണ്, വേറെ ഡ്രസ്സ് ഇട്ടിട്ട് വരാം. നമ്മൾ ജസ്റ്റ് ഇതോട്ട് ചെയ്ത് കൊടുത്തിട്ട് എന്തായാലും മുട്ട നമ്മൾ തല തേക്കുമ്പോൾ എന്തായാലും നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് വേണം മുട്ട തേച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ഡ്രൈനെസ് കൂടും കേട്ടോ. ഡ്രൈ ആയിട്ടുള്ള എൻ്റെ ഹെയർ ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആണ് കേട്ടോ, ഇങ്ങനെ പറന്ന് കിടക്കുന്നു. അപ്പം മുട്ട അപ്ലൈ ചെയ്ത് നമ്മൾ ഈ ഉണങ്ങി കിടക്കുന്ന മുടിയിലോട്ട് പിന്നെ നമ്മൾ മുട്ട അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ അത് ഗുണത്തെക്കാളേറെ ദോഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ കൈ വെച്ച് ഇങ്ങനെ ഒന്ന് ചൂടാക്കാം കേട്ടോ. ഇവിടെ നിന്നാ കുളിച്ചു വരുന്നോ കുഞ്ഞിലെ? ഞാൻ എപ്പോഴും നോക്കും കുളിച്ചോ, പക്ഷെ കുളിക്കത്തില്ല. മണ്ടിയായിരുന്നു. പക്ഷെ ഒരുപാട് ആൾക്കാരും അങ്ങനെ തോന്നുന്നു. മുടിയുടെ ഇപ്പൊ എല്ലാവർക്കും അറിയാം. പണ്ടാണെങ്കിൽ മുടിയുടെ തുമ്പിന് എണ്ണ പുരട്ടി കൊടുക്കും മുടി കിളിക്കാൻ. പക്ഷെ മുടിയുടെ തുമ്പിനോ നല്ലല്ലോ മുടി കിളിക്കുന്നത്, നമ്മുടെ തലയോട്ടിയുമല്ലേ. അപ്പം എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊക്കെ തുമ്പിട്ട് വരട്ടും. പക്ഷെ തുമ്പിന് വരട്ടുന്നതുകൊണ്ടും ഗുണമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സ്ലിറ്റൻസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ വരാതിരിക്കും കേട്ടോ. എണ്ണ തുമ്പിനും പുരട്ടുന്നത് നല്ലതാണ്. പക്ഷെ കിളിച്ചു വരുന്നുണ്ടോ കഴിച്ചത് ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് തേച്ച് കഴിഞ്ഞ് ഒരു 20 മിനിറ്റിന് ശേഷം ഒരു മൈൽഡ് ഷാമ്പു ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളയണേ. പുരട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുടി കിളിക്കാനും നമ്മുടെ മുടിക്ക് ഒന്നും എഫക്റ്റ് ആവില്ല. നമ്മൾ എണ്ണ വെച്ചിട്ട് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. മസാജ് ചെയ്ത് കൊടുത്താൽ മാത്രമേ, ഇപ്പൊ എണ്ണ ഇല്ലെങ്കിൽ പോലും നമ്മൾ പതുക്കെ നമ്മുടെ തല മസാജ് കൊടുത്താലേ നമ്മുടെ മുടി കിളിക്കുകയുള്ളൂ. എനിക്ക് ഇനി മുടി ഇപ്പം കിളിക്കണം എന്ന് ആഗ്രഹമില്ല കേട്ടോ. എനിക്ക് മുടി വെട്ടണം എന്നാഗ്രഹം. ഇനിയിപ്പം ഇത്രയും വെട്ടിയിടാന്നൊക്കെ ഉള്ള ചിന്തയിലാണ്. പക്ഷെ ഉള്ള മുടി ഹെൽത്തി ആയിട്ടിരിക്കണം. അതിനുവേണ്ടി നമ്മൾ ഇതൊക്കെ ചെയ്തേ പറ്റുള്ളൂ. ജലദോഷമൊക്കെ ഉള്ളവര് 10-15 മിനിറ്റ് ഒന്നും എണ്ണ പുരട്ടിയിട്ട് തല വെക്കരുത്. അതുകൊണ്ട് തന്നെ മുട്ടയുടെ ഇതുകൊണ്ട് പായ്ക്കൊക്കെ അപ്ലൈ ചെയ്തിട്ടും 5 മിനിറ്റ് കൂടുതൽ ജലദോഷമൊക്കെ ഉള്ളവർ വെക്കരുത്. എനിക്ക് പിന്നെ 10 മിനിറ്റൊക്കെ ഞാൻ വെക്കും. എനിക്ക് ജലദോഷമുണ്ട്. ഇതുകൊണ്ട് എണ്ണ പുരട്ടി കഴിഞ്ഞാൽ ഇനിയും തോന്നും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ആഴ്ചയിലൊക്കെ ആക്കിയത് എണ്ണ പുരട്ടലൊക്കെ. മറ്റേ ഞാൻ ഡെയിലി എണ്ണ പുരട്ടിയിട്ട് തല വാഷ് ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പം പിന്നെ അത് എനിക്ക് ഇന്നും തുമ്മലൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി എൻ്റെ തലയിൽ എണ്ണ പുരട്ടി ഇതുകൊണ്ട് വെക്കുന്നതുകൊണ്ടാണ്. അപ്പൊ ജലദോഷമൊക്കെ ഉള്ളവർ 5 മിനിറ്റ് ഒക്കെ വെച്ചിട്ടുണ്ടായിരിക്കും നല്ലത് കേട്ടോ. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയണം. അപ്പം ഇത് ഒരു 5 മിനിറ്റ് നമുക്കിങ്ങനെ വെച്ചേക്കാം. എണ്ണ പുരട്ടി 5 മിനിറ്റ് വെച്ചേക്കാം. നമുക്കിനി മുട്ട അപ്ലൈ ചെയ്യാം. അല്ല മുട്ടയെല്ലാം ഇത് തേച്ച് കൊടുക്കാം. ഒരു കയ്യിൽ ഇങ്ങനെ എടുത്തിട്ടൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ മുടിയുടെ തുമ്പത്തും തട്ടി കൊടുക്കണം കേട്ടോ. മറ്റേ സ്ലിറ്റൻസ് ഒക്കെ ഉള്ളവരൊക്കെ നമ്മൾ മുടിയുടെ തുമ്പത്തൊക്കെ തേച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഞാനൊന്ന് നല്ലപോലെ തേച്ച് വരട്ടെ, അങ്ങനെ നമുക്ക് ചെയ്താൽ പറ്റില്ല. മുടിയിലൊക്കെ പുരട്ടി ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ജലദോഷം ഉള്ളവർ 5 മിനിറ്റ് വെക്കുന്നതായിരിക്കും നല്ലത്. അല്ലാത്തവർ ഒരു 15-20 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ മൈൽഡ് ഷാമ്പു ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളയണം. ഇത് നല്ലൊരു പായ്ക്കാണ്. മുട്ടയൊക്കെ പ്രോട്ടീൻ ആയതുകൊണ്ട് നമ്മുടെ മുടിക്ക് നല്ലൊരു ഹെൽത്തി ആക്കി വെക്കാനും ഒക്കെ നമ്മളെ സഹായിക്കും. അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഇയും നമുക്ക് നമ്മുടെ മുടിക്ക് നല്ലതാണ്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ.
ഇനിയിപ്പം ഞാൻ വാഷ് ചെയ്തിട്ട് വന്നിട്ട് കാണിക്കാം. മുടി നല്ല സെറ്റ് ആകും കേട്ടോ. ഫസ്റ്റ് വാഷ് തന്നെ നമുക്കത് മനസ്സിലാവും. എന്ന് വെച്ച് ആഴ്ചയിൽ ഒരു തവണ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് കിട്ടും. അപ്പം ഞാൻ വാഷ് ചെയ്തിട്ടൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് മുടി ഒന്ന് ഉണങ്ങി കുറച്ച് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ആഴ്ചയിൽ ഒരു തവണ ഇത് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പം മുടി വളർത്തുന്നവർക്കും അതുപോലെ തന്നെ മുടിക്ക് നല്ല തിക്നെസ് വേണം, നല്ല ഷൈനി ആയിട്ട് സിൽക്കിയായിട്ടൊക്കെ കിടക്കണം ആഗ്രഹമുള്ളവരൊക്കെ ആഴ്ചയിൽ ഇത് ഒരു തവണ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്യണം. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ ഒന്ന് പറയുന്നത് നല്ലതായിരിക്കും. അപ്പം എല്ലാവരും നല്ലതായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പം ഓക്കെ, ബൈ.